ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു പനീർ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം സിംല മിർച്ചി, ടൊമാറ്റോ, സവാള എല്ലാം എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സവാള റൗണ്ടിൽ അരിഞ്ഞെടുക്കണം. ടൊമാറ്റോ, സിംല മിർച്ചി എല്ലാം റൗണ്ടിൽ അരിഞ്ഞെടുക്കണം. സിംല മിർച്ചിയുടെ അകത്ത് കുരു കളഞ്ഞതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാൻ. അതിനുശേഷം ബ്രെഡിൻ്റെ ബാക്ക് വശത്ത് എണ്ണ തേച്ച് കൊടുക്കണം. അകത്ത് ഞാൻ ടൊമാറ്റോ സോസ്, മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ കുറച്ച് മയോണൈസ് കൂടി സവാളയ്ക്ക് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീർ എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് മുകളിലെ ഭാഗത്തായിട്ട് ഞാൻ ബ്രെഡിൻ്റെ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതിനുശേഷം ഞാൻ സാൻഡ്വിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭാഗത്ത് നല്ലതുപോലെ ചേർത്ത് വെച്ച് അടച്ച് അത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും കൊടുത്ത് ചുട്ടെടുക്കണം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് എൻ്റെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ്. ഇത് വൈകിട്ടോ രാവിലെയോ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ എൻ്റെ സാൻഡ്വിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പുറമെല്ലാം നല്ല മുരിഞ്ഞ് ഗോൾഡൻ കളറിലായിട്ടുണ്ട്. നല്ല ക്രഞ്ചിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.